വെടിനിർത്തലെന്ന ആശ്വാസം താൽക്കാലികമാക്കിക്കൊണ്ട് ഗസ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന തരത്തിലുള്ള ഇസ്രായേലിന്റെ കൂടുതൽ ഭീഷണികൾ ഉയർന്നതോടെയാണ് ഗസയിൽ വീണ്ടും സാഹചര്യം മാറിമറിയുന്നത്. ദുർബലരായ വെടിനിർത്തൽ കരാർ സംരക്ഷിക്കാൻ ഈജിപ്തും ഖത്തറും മറുവശത്ത് പോരാടുന്നുണ്ടെന്ന ആശ്വാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ ഹമാസ് ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തിവരികയാണ്. ഗസക്കെതിരായ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വീണ്ടും ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. പുതിയ സംഘർഷം മൊത്തത്തിൽ മറ്റൊരു തീവ്രത കൈവരിക്കുമെന്നും പലസ്തീനികളെ അവിടെ നിന്നും പുറത്താക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാൻ ഇസ്രായേൽ അനുവദിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നു. ഇതോടെ സാഹചര്യം ഏറെ മാറിമറിയുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആസൂത്രണം ചെയ്തതുപോലെ ശനിയാഴ്ച 3 ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കുമെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ മഹ്മൂദ് മർദാവി പറയുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ പാലിക്കുമെന്ന് ഇസ്രായേലിൽ നിന്ന് ഗ്രൂപ്പിന് ഇതുവരെ ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ഈ ഉറപ്പ് ലഭിക്കുന്ന മുറക്കാകും ബന്ദിമോചനം ഹമാസ് നടത്താൻ സാധ്യതയുള്ളത്. എന്നാൽ അതിൽ തീരുമാനമായില്ലെങ്കിൽ പ്രശ്നം വീണ്ടും വഷളാകും. ശനിയാഴ്ചയോടെ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ തിട്ടൂരവും ഇതോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. ഗസയിൽ സേനയെ ഇറക്കാൻ കാരണത്തിനായി കാത്തിരിക്കുന്ന അമേരിക്കക്ക് ഇതൊരു അവസരം കൂടിയാകും. അതേസമയം ഗാസയിൽ നിന്ന് പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്ത് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നിർബന്ധിതമായി കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സഖ്യങ്ങളുടെ ഐക്യപ്പെടലിന് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. കാരണം US സാമ്പത്തിക സഹായം വെട്ടിക്കുറക്കുകയോ കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ സ്വീകരിക്കുകയോ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുകയാണെങ്കിൽ ഈജിപ്തും ജോർദാനും മറ്റെവിടെയെങ്കിലും സഹായം തേടേണ്ടി വരും. സഹായം പിൻവലിക്കണമെന്ന് US നിർബന്ധം പിടിച്ചാൽ മറ്റ് ഗ്രൂപ്പുകളും രാജ്യങ്ങളും തീർച്ചയായും ഈ വിടവ് നികത്താൻ ആഗ്രഹിക്കുമെന്നും ഇത് പുതിയ ശക്തിയുടെ ഉദയത്തിന് കാരണമാകുമെന്നും മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവാസി പണ്ഡിതയായ ദിമ ടൗക്കൺ പറയുന്നു. ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കുഭാഗത്തുള്ള ജനീൻ, തുൽക്കരം എന്നിവയിൽപ്പെട്ടുള്ള നിരവധി നഗരങ്ങളിലും ക്യാമ്പുകളിലും പലസ്തീൻ പോരാളികൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വലിയ തോതിലുള്ള സൈനിക നടപടി നടത്തിവരികയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ മധ്യ തെക്കൻ പ്രദേശങ്ങളിലെ മറ്റു ക്യാമ്പുകളിലേക്കും ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. നബ്ലസ്, ഹൈബ്രോണിന് തെക്കുള്ള യാട്ട പട്ടണം, തുൽക്കറമിന് വടക്കുള്ള ആട്രിൽ പട്ടണം എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറുന്നതായും പ്രാദേശികമായ റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ജനീൻ, തുൽക്കറം, നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഫലസ്തീൻ പോരാളികളും ഇസ്രായേൽ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. Way2Nikah.com, the exclusive Muslim matrimonial site.